ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം നിങ്ങളൊരു പവർ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഒരു ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? പവർ ബാങ്ക് ആകുമ്പോൾ ചാർജ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഫോണിലാണ് എങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം, ഫോട്ടോ എടുക്കാം, ഗെയിം കളിക്കാം. നമ്മുടെ താരം റിയൽമി P4 പവർ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഒക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ ഉള്ളത്. അതുകൊണ്ട് 3 കളർ വേരിയന്റിലാണ് ഉള്ളത്: ട്രാൻസ് ബ്ലൂ, ട്രാൻസ് ഓറഞ്ച്, ട്രാൻസ് സിൽവർ. ഇനി ഓറഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ഐഫോൺ ഓറഞ്ച് ഉണ്ടായിരുന്നു, അതൊരു തരംഗമായിരുന്നല്ലോ. അതുപോലെ തരംഗമാവാൻ ചാൻസ് ഉള്ള ഒരു ഓറഞ്ചാണ് ഇതും. ലുക്കിന്റെ കാര്യത്തിൽ ഇതും ഒട്ടും പിന്നിലല്ല. പ്ലാസ്റ്റിക് അലുമിനിയം ബാക്ക് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാക്ക് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം കാണും, ഡ്യൂറബിലിറ്റി കാണത്തില്ല എന്ന്. അങ്ങനെയല്ല, ഡ്യൂറബിലിറ്റി ഉണ്ട്. നിങ്ങൾ അങ്ങനെ തറയെ വീണെന്നും പറഞ്ഞ് ഇതിന്റെ ബാക്ക് പൊട്ടിയും ഒന്നും പോകത്തില്ല. ഇതിന്റെ തിക്നെസ് വന്നിട്ട് 9.8 mm ആണ് വന്നിരിക്കുന്നത്. അതൊരു പവർ ബാങ്കിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അതുപോലെ ഇതിന് വെറും 219 ഗ്രാം വെയിറ്റേ ഉള്ളൂ. ഒരു 11,001 mAh ബാറ്ററി ആയിരുന്ന ഫോണിന് അത്രയും വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. കാരണം സാധാരണ ഒരു 6000 mAh ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ 200, 211 ഒക്കെ വെയിറ്റ് വരുന്നതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 11,001 mAh ഉള്ള ഫോണിന് ഇത്രേ വെയിറ്റ് ഉള്ളൂ. സോ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം, പവർ ബാങ്കിന് ഇതിൽ നിന്നും വെയിറ്റ് കാണും, അതും നമ്മൾ ഓർക്കണം. 6.8 ഇഞ്ചിന്റെ അമലോഡ് ഡിസ്പ്ലേ ആണുള്ളത്. അതും ടോപ്പ് ടയർ 4D കർവോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. കർവ് ഡിസ്പ്ലേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എങ്കിലും അതിൽ കിട്ടുന്ന ഒരു വ്യൂവിംഗ് ക്വാളിറ്റിയും ഒരു എക്സ്പീരിയൻസും വേറെ തന്നെയാണ്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് തരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 1.5K റെസൊല്യൂഷനോട് കൂടിയ 6500 നിറ്റ്സ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വെയിലത്തൊക്കെ പോയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും. പിന്നെ HDR10+ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും HDR കണ്ടന്റ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ യൂട്യൂബിൽ നമ്മൾ HDR ഇട്ടൊക്കെ കാണുമ്പോൾ ഒരു ഫ്രെയിം ഡ്രോപ്പ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിന് ഡോൾബി വിഷൻ ഇല്ല, സിംഗിൾ സ്പീക്കറാണ്. പക്ഷേ ഇതിന്റെ സൗണ്ട് നമുക്ക് 400 ലെവലോളം ലെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും ഗെയിമിങ്ങിലാണെങ്കിലും ഒക്കെ ഒരു സൗണ്ടിന്റെ ആ ഒരു എനർജി ഭയങ്കര കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഡ്യുവൽ സ്പീക്കർ ഇല്ലാത്തൊരു കുറവാണ്. കാരണം സിംഗിൾ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ്. ഡ്യുവൽ സ്പീക്കർ ആകുമ്പോഴാണ് നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് അതിലോട്ടൊന്ന് മുഴുകുന്നത് അപ്പോഴാണ്. ഈവൻ തോ ഈ 400ഓളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. 3 തരത്തിലുള്ള IP റേറ്റിംഗ് ആണ്: IP66, IP68, IP69. പ്രൊസസർ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7400ന്റെ അൾട്രാ ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലാഗ് ഒക്കെ വളരെ കുറവായിരിക്കും. നല്ലൊരു ചിപ്പ് സെറ്റ് തന്നെയാണ് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7400 അൾട്രാ എന്ന് പറയുന്നത്. സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രൈസ് റേറ്റിലായാലും ഡ്യുവൽ ചിപ്പ് സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചിപ്പ് സെറ്റ് വന്നിട്ട് ഹൈപ്പർ വിഷനും AI ചിപ്പും ആണ്. അപ്പൊ നമ്മുടെ ഇതിലുള്ള AI ഫീച്ചേഴ്സിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് 16 ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് ഇതിൽ കിട്ടുന്നത്. സ്റ്റോറേജ് LPDDR4Xന്റെ 8GB 12GB റാം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് വന്നിട്ട് UFS 3.1ന്റെ 128GB 256GB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ലാഗിന്റെ ഇഷ്യൂ ഒന്നും ഇതിൽ വരത്തില്ല. കാരണം നല്ല റാമും നല്ല UFS ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ സെറ്റപ്പ് വന്നിട്ട് ഡ്യുവൽ സെറ്റപ്പ് ആണ്. പ്രൈമറി ലെൻസ് വന്നിട്ട് 50 MBയുടെ സോണി IMX882ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അൾട്രാ വൈഡ് 8 MBയുടെ കുഴപ്പമില്ല. വീഡിയോ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിലും 4K 30 FPS വരെ നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാം വന്നിട്ട് 60 MBയുടെ ലെൻസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സെൽഫി ക്യാമിൽ വന്നിട്ട് വീഡിയോ ക്വാളിറ്റി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. സ്റ്റെബിലൈസേഷൻ ഒക്കെ വളരെ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലാത്ത പക്ഷം നല്ല സൗണ്ട് ക്യാപ്ചറിങ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫോട്ടോസിൽ ഡീറ്റെയിൽസ് അല്പം മിസ്സിംഗ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മളൊരു ഫോട്ടോ എടുത്തൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് ഭയങ്കര ലോ ആയിട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പല ബ്ലറായി അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അടുത്തതാണ് ഇതിന്റെ മെയിൻ സാധനം, ബാറ്ററി. ഇതിൽ ഒരു യമാണ്ട ബാറ്ററിയാണ് നമുക്ക് റിയൽമി കൊടുത്തിട്ടുള്ളത്. 11,001 10,001 mAh ബാറ്ററിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഒരു നോർമൽ യൂസർ തന്നെ ഒരു 2.5 ദിവസമെങ്കിലും ഇതിൽ ചാർജ് ചെയ്യും. ഇനി നിങ്ങളൊരു സ്ലൈറ്റ് ഹെവി യൂസർ ആണെങ്കിൽ 2 ദിവസം എന്തായാലും ചാർജ് ചെയ്യും. ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചാർജർ 80 വാട്ടിന്റെ ചാർജറാണ്. അത് അല്പം കുറഞ്ഞു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും യമാണ്ടം ബാറ്ററി തന്ന സ്ഥിതിക്ക് ഒരു 120 വാട്ടിന്റെ ചാർജറെങ്കിലും തരാമായിരുന്നു. അതാകുമ്പോൾ ഷടേ എന്ന് പറഞ്ഞ് ചാർജ് കയറിയനെ. ഇതിപ്പോൾ നമ്മളൊരു 1-1.25 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ഫുൾ ചാർജ് ആവാൻ വേണ്ടി. ബൈപ്പാസ് ചാർജിങ് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോണിന് ബൈപ്പാസ് ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ മുഴുകി ഇരുന്ന് ഗെയിം കളിക്കുകയാണ്, നിങ്ങൾ ഈ 2-3 ദിവസം ഉറക്കം പോലും ഇല്ലാതിരുന്ന് ഗെയിം കളിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ചാർജ് തീരും. അപ്പം നിങ്ങൾക്കൊരു അരോചകത്വം അല്ലെങ്കിൽ നിന്ന് പോയാലോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ ചാർജിങ് സെറ്റപ്പും കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിന് നമ്മൾ പവർ ബാങ്കുമായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. പവർ ബാങ്ക് എന്തിനാണ്? ചാർജ് ചെയ്യാൻ. എന്നാൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങുന്നതിനോട് കൂടി
ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 27 വാട്ട്, ശ്രദ്ധിച്ചേക്കാം, 27 വാട്ട് റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അതൊരു മോശം കാര്യമല്ല. കാരണം 27 വാട്ട് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഫോണോ വേറൊരു ഗാഡ്ജറ്റോ വേറൊരു വാച്ചോ എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്തായാലും ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ലോഞ്ച് ഡേറ്റിനാണ് വാങ്ങിച്ചെങ്കിൽ, നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി 80% കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 80% താഴെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷത്തിനുള്ളിൽ ഈ ബാറ്ററി അവർ റിന്യൂ ചെയ്ത് തരും. അതും ടോട്ടൽ ഫ്രീ ആയി. ഗെയിമിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയാലോ, ഈ ഫോണിൽ ഇത്രയും ഒരു ബാറ്ററി തരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അറിയാം, ഇത് ഹീറ്റിംഗ് ഉണ്ടാവുമോ, ചൂടാവോ ഫോൺ എന്നൊക്കെ. പക്ഷെ ആ ഒരു ടെൻഷൻ ഈ ഫോണിൽ വേണ്ട. കാരണം ഇവര് നമുക്ക് ഇത്രയും കൂടിയ ഒരു ബാറ്ററി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ കൂളിംഗ് ചേമ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഫ്ലോ BC ചേമ്പർ എന്ന് പറഞ്ഞ ഒരു ചേമ്പറും ഇതിൽ ഉണ്ട്. സോ ഇത് നമ്മുടെ ഹീറ്റിങ്ങിന് ഒരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ ഇതിന് സാധിക്കും. ഇതിൽ NFC അവൈലബിൾ ആണ്. പിന്നെ AI വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. AI കുറച്ച് കുണ്ടാമണ്ടിത്തങ്ങളൊക്കെ ഇതിലും ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിന് ഈ ഫോൺ ഒരു വെർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കണ്ണും പൂട്ടി പറയും, വെർത്ത് ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു എമൗണ്ട് ബാറ്ററി തരാ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ഊബർ, സൊമാറ്റോ, അങ്ങനെയൊക്കെ ഓൺലൈൻ ഡെലിവറി ഒക്കെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അവരൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഫോൺ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇതിന്റെ ബാറ്ററി നിങ്ങൾ എവിടെയും പോയി പെട്ടുപോകും എന്നുള്ള ഒരു അവസ്ഥ ഇതിന് വരുന്നില്ല. എക്സ്ട്രാ ഒരു പവർ ബാങ്കും കൊണ്ടുപോകേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. ഇപ്പൊ നിങ്ങളൊരു ഗെയിമർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന ഒരു ഗെയിമർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എന്തായാലും ട്രൈ ചെയ്യാം. കാരണം ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കാനാണെങ്കിലും എല്ലാം ഈ ഫോൺ ഒരു പെർഫെക്റ്റ് സാധനമായിരിക്കും. കാരണം ഇതിന്റെ ചാർജ്, കാരണം ഒരു ഫോണില് ഇപ്പം ക്യാമറ ഓറിയന്റഡ് ആണെങ്കിലും ഗെയിം ഓറിയന്റഡ് ആണെങ്കിലും എന്ത് ഓറിയന്റഡ് ആണ് എങ്കിലും അത് ചാർജ് നിൽക്കത്തില്ലെങ്കിൽ പിന്നെ അത് എന്ത് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.